ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ചേർത്തലയുള്ള പള്ളിപ്പുറത്ത് പള്ളിയാണ് കേട്ടോ. അവിടെ മാതാവിൻ്റെ പെരുന്നാളായിരുന്നു ഓഗസ്റ്റ് 15. അപ്പം നമ്മൾ എല്ലാ വർഷവും അവിടെ പള്ളിപ്പുറത്ത് പള്ളിയിൽ പോകാറുള്ളതാണ് കേട്ടോ. ഇപ്പം ഇന്നെങ്കിൽ വീഡിയോയും കൂടെ എടുത്തേക്കാമെന്ന് കരുതി. ഇത് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പള്ളിപ്പുറത്ത് പള്ളിയിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടെ നിന്നൊരു മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മാതാവിൻ്റെ അവിടെ കത്തിക്കാൻ വേണ്ടിയിട്ട്. ഞാനും മക്കളും കൂടെ അത് കത്തിച്ചു. പിന്നെ ഇവിടെ നല്ല രസമാണ് കേട്ടോ, കാണാനും എല്ലാമായിട്ട് നല്ല രസമാണ്. പിന്നെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള കാഴ്ചകളും പിന്നെ നാടൻ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ വിൽക്കാനൊക്കെ ആയിട്ടൊക്കെ ആണെങ്കിലും കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ തൊട്ടേ ആൾക്കാർ ഇവിടെ വന്നിട്ടാണ്, പണ്ടൊക്കെ ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. മാതാവിൻ്റെ രൂപമൊക്കെ ലൈറ്റ് റെജിമെൻറ്റ്സിലൂടെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഓഗസ്റ്റ് 15 ആയതുകൊണ്ടായിരിക്കും ഈ ലൈറ്റിനകത്ത് നമ്മുടെ പതാകയും കൂടെ വരും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ പിന്നെ എല്ലാ വർഷവും പോകാറുള്ളത് കാരണം ആ ഒരു പതിവ് തെറ്റിക്കാറില്ല കേട്ടോ. ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ഈ എല്ലാ വർഷവും പോകുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ അന്നൊരു വീഡിയോയും കൂടെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ ഒരു മാതാവിൻ്റെ ഒരു കുരിശും ഇതൊക്കെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെയും കൂടെ പോയി പ്രാർത്ഥിച്ചു. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല വെള്ള ഇതിൽ ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു മാതാവിനെയൊക്കെ കാണാനായിട്ടും. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അങ്ങോട്ട് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും പള്ളിയുടെ ഫ്രണ്ട് വശത്തായിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് മാതാവിനെ അണിയിച്ചൊരുക്കി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പള്ളിയുടെ വാതിൽക്കൽ തന്നെയായിട്ട്. കണ്ടില്ലേ, നല്ല രസമില്ലേ കാണാനായിട്ട്. പള്ളിയും അതെല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് മാറുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ കടകളുണ്ട്. ബോട്ട് ജെട്ടി വരെ ഒരുപാട് സ്റ്റോളും കടകളും എല്ലാം ഉണ്ട്. കണ്ടില്ലേ, മാതാവിനെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിൽ ഒരിക്കലൊക്കെ മാതാവ് ഉണ്ടായിരുന്നു. നമ്മളതുമൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇവിടുന്ന് ബോട്ട് ജെട്ടി വരെയാണ് കേട്ടോ. അപ്പുറത്ത് ബോട്ട് ജെട്ടിയാണ് അങ്ങേറ്റത്തായിട്ട്. അവിടെ വരെ കുറേ സ്റ്റോളുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര തിരക്കുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അവിടെ വരെയൊക്കെ പോയി ഇതേ മാലകളും
കമ്മലുകളൊക്കെ ഉള്ളതാണ് കേട്ടോ. പിന്നെ കുറേ വാച്ചുകളൊക്കെയാണ്, പിന്നെ കുറേ പിച്ചാത്തികൾ, ഇത് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കേട്ടോ. പണ്ട് കാലത്ത് നമ്മുടെ തഴപ്പായൊക്കെ ഇല്ലേ, തച്ചുപായ, തഴപ്പായ എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ വാങ്ങിക്കാനും പിന്നെ ഒരു നാടൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത് ഇവിടെയാണെന്നാണ് പറയുന്നത് കേട്ടോ. കമ്മലിനൊക്കെ 40 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ പാവകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മസാലക്കൂട്ടുകളൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെയൊക്കെ. പിന്നെ കൊടംപുളി, ഏറ്റവും ഇതായിട്ടുള്ളതാണ് കൊടംപുളി. ഇവിടെ നാടൻ കൊടംപുളി കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. പിന്നെ ഇതൊക്കെ അത്തറാണ്, കണ്ടില്ലേ. ഇതൊക്കെ ഈ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകും. മുറം, കൊട്ട, അരിവാള്, പിച്ചാത്തി, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. കൊട്ടയൊക്കെ കണ്ടില്ലേ, നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കൊട്ട, അതൊക്കെയാണ് കേട്ടോ ഇവിടെ. ഞാൻ പിന്നെ തപ്പി നടന്നൊരു സാധനം എനിക്ക് കിട്ടി കേട്ടോ. കുറേ നാളായിട്ട് ഞാനിതിങ്ങനെ നോക്കി നടക്കുമായിരുന്നു. എല്ലായിടും ചെന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും അധികം ഫിനിഷിങ് ഒന്നും ഇല്ലാത്തതായിരുന്നു. ചിരട്ടത്തവിയില്ലേ, പണ്ട് നമ്മളുടെ വീടുകളിലൊക്കെ, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിരട്ടത്തവി. അത് ഞാൻ നോക്കി നടക്കുമായിരുന്നു. ഇപ്പം അത് പണ്ടെന്ന് വെച്ചാൽ ചിരട്ടയ്ക്ക് ഊട്ടിയിട്ടിട്ട് നമ്മുടെ കവുങ്ങില്ലേ, കവുങ്ങിൻ്റെ മടൽ കൊണ്ടിട്ടാണ് ചിരട്ടത്തവി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം അത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് മുറുക്കിയാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ലായിരുന്നു, നല്ല ഫിനിഷിങ് ഉള്ളതായിരുന്നു. ചിരട്ടയൊക്കെ പുറമൊക്കെ നന്നായിട്ട് അതിൻ്റെ പുറന്തോടൊക്കെ കളഞ്ഞിട്ട് നല്ല ഫിനിഷായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം ഞാൻ അവിടുന്ന് 2 എണ്ണം വാങ്ങിച്ചു കേട്ടോ. ഒരെണ്ണത്തിന് ആ ചേച്ചി 40 രൂപയാണ് കേട്ടോ പറഞ്ഞത്. 40 കുഴപ്പമില്ലായിരുന്നു കേട്ടോ. മറ്റുള്ളിടത്തൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കുന്ന കാരണം എനിക്ക് 40 രൂപ അധികം പ്രശ്നമില്ല. പിന്നെ ഞാനൊരു കൊട്ട നോക്കി, അത് എനിക്ക് അത്രക്കൊരു ഇഷ്ടം തോന്നിയില്ല കേട്ടോ. ഞാനത് അവിടെ വെച്ചു. പിന്നെ വേറൊരു ഇങ്ങനെ ഇത്തിരി പരന്നിരിക്കുന്നൊരു കൊട്ട, അത് വാങ്ങിച്ച്. അതെനിക്കൊരു ഇഷ്ടം തോന്നി. അത് ഇച്ചിരി ചരിഞ്ഞിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അത് കാരണമാണ് ഞാനത് വാങ്ങിക്കാതെ ഇത് 2 കൂടിയാണ് വാങ്ങിച്ചത്. അപ്പോൾ എത്ര രൂപയായെന്ന് ചോദിച്ചു. കൊട്ടയ്ക്ക് അവർ 120 രൂപയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ആ ചേച്ചി എന്നോട് പറഞ്ഞു എല്ലാം കൂടി 200 രൂപയാണ്, പക്ഷേ 180 രൂപ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഞാനധികം വില പേശിയൊന്നുമില്ല കേട്ടോ. അതൊക്കെ കൈ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അതിനൊക്കെ ഒരുപാട് അവർ മെനക്കെട്ട് ഉണ്ടാക്കുന്നതല്ലേ. അങ്ങനെയൊന്നും ഞാൻ വില പേശത്തില്ല കേട്ടോ. നമ്മളെപ്പോലെ തന്നെയല്ലേ അവരുമൊക്കെ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്നതല്ലേ. അപ്പം പൈസയൊക്കെ ഞങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത കടകളിലേക്കൊക്കെ പോയി കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് അതൊക്കെ വാങ്ങിക്കാനൊക്കെ തോന്നും. അല്ലാതെ വേറെ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിക്കത്തില്ല. ഇത് ഭരണി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളില്ലേ, നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ, അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിൽക്കും. ചിലതൊക്കെ വാങ്ങിക്കും, ചിലത് വാങ്ങിക്കത്തില്ല, നോക്കിയിട്ടൊക്കെ പോരും. അങ്ങനെ ഞങ്ങൾ കൊട്ടയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ മക്കൾ അതിനകത്ത് പറഞ്ഞ് ഇനി എല്ലാ ദിവസവും വരുമ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിനകത്ത് നിറച്ച് വെക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അടുത്ത കടകളിലേക്കൊക്കെ പോയി കേട്ടോ. പിന്നെ നമ്മുടെ വീടിനടുത്തുള്ള രമേശ് ചേട്ടനും പ്രസീത ചേച്ചിയൊക്കെയാണ് കേട്ടോ. അവരെ കണ്ടായിരുന്നു. അപ്പോൾ അവരും മോനും എല്ലാവരും കൂടെ പെരുന്നാൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഇതേ കണ്ടില്ലേ, ഭരണിയൊക്കെ കാണുമ്പോഴത്തേക്കും ഞാനിങ്ങനെ പോയി നോക്കും കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വരുന്ന വഴിക്ക് വാങ്ങിക്കാമെന്ന്. വരുന്ന വഴിക്ക് ഞാൻ ആ കട മറന്നു പോയായിരുന്നു. അത് കാരണം അതെനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല.
പിന്നെ ഈ ഒരു സാധനം ഞാൻ നോക്കി നടക്കുമായിരുന്നു കേട്ടോ. അത് രണ്ടും എനിക്ക് വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല. അത് കടുകൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് പിടിച്ചിട്ടൊക്കെ വറുക്കാൻ പറ്റത്തില്ലേ, അങ്ങനൊരു കടുകൊക്കെ വറുക്കാൻ പറ്റിയിട്ട് ചെറിയൊരു പാത്രമായിരുന്നു കേട്ടോ. അത് ഇരുമ്പായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാമെന്നൊക്കെ കരുതി ഞാൻ കട മറന്നു പോയത് കൊണ്ടാണ്. പിന്നെ ഓരോ വീടിൻ്റെ വാതിക്കലൊക്കെ മാതാവിൻ്റെ നന്നായിട്ട് ലൈറ്റൊക്കെ വെച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉണക്കമീനൊക്കെ ഇല്ലേ, ഉണക്കമീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കടകളിലൊന്നും ഉണക്കമീൻ വാങ്ങിക്കത്തില്ല, അത് കാരണം അതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ എല്ലായിടും മസാലക്കൂട്ട് കണ്ടില്ലേ, മസാലക്കൂട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പച്ചക്കറിയുടെ വിത്ത്, റംബുട്ടാൻ. ഇത് റംബുട്ടാൻ ഇത്തിരി വില കൂടുതലായിരുന്നു കേട്ടോ. സാധാരണ 150 രൂപയൊക്കെയാണ്. ഇത് ഇത്തിരി വില കൂടുതലായതാണ് ഞങ്ങൾ വാങ്ങിച്ചില്ല. പിന്നെ ഈ ഭരണി നോക്കി ഈ കടയിൽ ചെന്ന് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഭരണി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ ചേട്ടൻ എന്നോട് പറഞ്ഞ് 100 രൂപയ്ക്കാണ് ഭരണി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 100 രൂപയ്ക്ക് എന്തായാലും ഭരണി ലാഭമാണ്. അത്തിരി വലിയ ഭരണിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇതേ പൊട്ടിയ പാട് കണ്ടില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു പൊട്ടിയതൊന്നുമല്ല, അത് അങ്ങനെ സ്ക്രാച്ച് വീണാൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടത് കളയാനല്ലേ, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല, നേരെ ഇങ്ങ് പോകുന്നു. പിന്നെ ഇത് കോഴിക്കോടൻ ഹൽവയൊക്കെയാണ് കേട്ടോ. അതൊന്നും നമ്മൾ വാങ്ങിക്കത്തില്ല കേട്ടോ. പിന്നെ ദേ ഇത് കണ്ടില്ലേ, ചിരട്ട വെച്ച് ഇതിനെന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ചിരട്ടയും ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. നല്ല ആ ചേട്ടൻ വായിക്കുമ്പോഴത്തേക്ക് നല്ല സൗണ്ടായിരുന്നു. പിന്നെ മറ്റേ ചേട്ടൻ വായിച്ചപ്പോൾ അത്ര സൗണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഇത് സക്സസ് ആകുമോ അറിയാൻ വയ്യാത്തതുകൊണ്ട് അത് വാങ്ങിച്ചില്ല. പിന്നെ നമ്മുടെ മോങ്കുട്ടനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ പൊട്ടിച്ചും കളയും. അത് കാരണം അധികം ഞങ്ങൾ കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ പോയാലും. പിന്നെ ദേ ഇത് കണ്ടില്ലേ, നമ്മുടെ എൻ്റെയൊക്കെ കുഞ്ഞ് നാളിൽ ഞങ്ങളൊക്കെ ഈ അമ്പലപ്പറമ്പിൽ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് വാങ്ങിക്കുന്നതാണ് ഈ ബോട്ട് കേട്ടോ. നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ തിരി കത്തിച്ച് വെക്കുമ്പോഴത്തേക്ക് ആ ബോട്ട് ഇങ്ങനെ ഓടുമായിരുന്നു. പിന്നെ ഒരു സാധനമാണ് ആപ്പിൾ ബലൂൺ, പമ്പരം, പിന്നെന്തുവാ, പിന്നെ ഒരു കോഴി ഉണ്ടായിരുന്നു. കുതിര കോഴിയല്ല കേട്ടോ, കോഴി ഉണ്ടായിരുന്നു, ഇങ്ങനെ മുട്ടയിടുന്ന കോഴി. പിന്നെ ഞെക്കുമ്പോൾ ചാടുന്ന കുതിര. ഇതൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ കളിപ്പാട്ടങ്ങൾ കുഞ്ഞിലേ ഉണ്ടായിരുന്ന. ഇപ്പം എന്തൊക്കെ വെറൈറ്റി കളിപ്പാട്ടങ്ങളാണ്. ഇതേ ബോട്ട് കണ്ടോ, ബോട്ട് അവസാനത്തെ ബോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. 9 മണി ആകാറായിരുന്നു. അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അവസാനത്തെ ബോട്ട് ഇപ്പോൾ വരുമെന്നൊക്കെ പറഞ്ഞിട്ട്. അക്കരെയുള്ളവർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഐസ്ക്രീം കടയിൽ ചെന്നപ്പോൾ ഭയങ്കര തിരക്ക്, അവിടെ നിന്ന് വാങ്ങിച്ചില്ല. പിന്നെ അടുത്ത ബജ്ജി വാങ്ങിക്കാമെന്നും പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ അവിടെയും ഭയങ്കര തിരക്ക്. ആദ്യത്തെ ഇട്ടൊക്കെ ഇച്ചിരി പൊടിയായിട്ടിരിക്കുന്ന കാരണം അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചില്ല, അടുത്ത കടയിലേക്ക് പോകാമെന്ന് കരുതി. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ, ഈ കൊല്ലിയുടെയൊക്കെ. അത് ഈ പള്ളിപ്പുറത്ത് പള്ളിയിൽ പോയപ്പോഴത്തേക്ക് കണ്ടതാണ് കേട്ടോ. ഇത് പണ്ട് കാലത്ത് തേങ്ങയൊക്കെ നമ്മൾ കൊണ്ടുപോകാനും പിന്നെ അങ്ങാടിയിലൊക്കെ പോയി സാധനമൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ. ഇപ്പോഴല്ലേ വണ്ടിയൊക്കെ വന്നത്, അപ്പോൾ അങ്ങനെയൊക്കെ സാധനം കൊണ്ടുവരാനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ചട്ടിയും ഒരുപാട് ഭംഗിയുള്ള ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ എനിക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ വാങ്ങിച്ചില്ല. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ വേറൊരു ചേച്ചിയുടെ കയ്യിൽ ഒരു ചിരട്ടത്തവിയുണ്ട്. അതിൽ ഒരു വലുതുണ്ടായിരുന്നു, അതും ഞാൻ വാങ്ങിച്ചു. അങ്ങനെ 3 ചിരട്ടത്തവിയും ഒരു കൊട്ടയും വാങ്ങിച്ചു. എനിക്കതാണ് കേട്ടോ പോയിട്ട് കിട്ടിയത്. പിന്നെ എല്ലായിടും ഒരുപാട് അത്തറ് കണ്ടില്ലേ, അത്തറുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് മാറി മുഴുവൻ കുടംപുളിയുടെ സ്റ്റോളായിരുന്നു. കുടംപുളി വിൽക്കുന്നതായിരുന്നു, നല്ല നാടൻ കുടംപുളിയായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ സ്ഥലത്തുണ്ട്. നേരത്തെ നല്ല ഒട്ടുമിക്കവരും പള്ളിപ്പുറത്ത് പള്ളിയിൽ വരുമ്പോഴത്തേക്കാണ് കുടംപുളിയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ.
എത്ര രൂപയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനത് വില ചോദിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കുടംപുളി ഉണ്ട്, അപ്പോൾ പിന്നെ നമുക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ നിന്ന് വന്നിട്ട് 2 ഉള്ളി ബജ്ജിയും ഉള്ളിവടയും പിന്നെ ഒരു മുളക് ബജ്ജിയും കൂടെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ കുലുക്കി സർബത്തൊക്കെ ഉണ്ടായിരുന്നു. കുലുക്കി സർബത്ത് എനിക്ക് പക്ഷേ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് മാറിയിട്ട് ഞങ്ങളൊരു സോഡ നാരങ്ങ കുടിച്ചു. പിന്നെ ഇതേ ഹൈഡ്രജൻ ബലൂണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട്. സാധാരണ ഇത് മോങ്കുട്ടൻ പറയണതാണ്, പക്ഷെ അവൻ ഈ പ്രാവശ്യം പറഞ്ഞില്ല കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളൊരു സാധനമാണ് പന്നി ഇറച്ചിയാണ് കേട്ടോ. ഈ പള്ളിപ്പുറം പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും തിരികെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നൊരു സാധനമാണ് പന്നി. അപ്പം നമ്മുടെ ചിറ്റപ്പൻ ഇവിടെ കടയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാമെന്നൊക്കെ കരുതിയിട്ടാണ് ഞങ്ങളും പോയത്. സാധാരണ നമ്മളെപ്പോഴും പന്നിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നായിട്ട്. ഈ പ്രാവശ്യം കണ്ടില്ലേ, തൂക്കിയൊക്കെ ഇട്ടിരിക്കുന്ന കണ്ടില്ലേ. ഇഷ്ടംപോലെ കടയുണ്ട്, പന്നി സ്റ്റോളായിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഏറ്റവും പ്രധാനമുള്ള പള്ളിപ്പുറത്ത് പള്ളിയിൽ പെരുന്നാളിന് വന്നാൽ പന്നി വാങ്ങിച്ചിട്ടേ ആൾക്കാർ പോകാറുണ്ട്. ഇതേ കണ്ടില്ലേ, കാലും ഇതെല്ലാം കൂടെ ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ചിറ്റപ്പൻ്റെ സ്റ്റോള് കേട്ടോ. ചിറ്റപ്പൻ ചേർത്തലയിൽ ഇറച്ചി കടയുള്ള ആളാണ് കേട്ടോ. അപ്പം ചിറ്റപ്പൻ്റെ കടയിൽ വന്നിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞൊക്കെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഏകദേശം ഫിനിഷായി. അത് ചിറ്റപ്പൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏകദേശം നമ്മുടെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. നാളെയല്ല, അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് നമുക്ക് കാണുന്നതാണ് കേട്ടോ. അങ്ങനെ പള്ളിപ്പുറം പള്ളിയിലെ ഏകദേശം നിങ്ങളെല്ലാവരും നിങ്ങൾക്കും കൂടെയൊക്കെ കാണാമല്ലോ ഞാൻ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ. എല്ലാവർക്കും ഒന്നും ഇങ്ങനെ പോരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ.